ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 ലെയറുള്ള നല്ല അടിപൊളി പുഡിങ്ങാണ് കേട്ടോ ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. നാട്ടിലൊക്കെ നല്ല പഴുത്ത മാങ്ങ ധാരാളം കിട്ടുന്നൊരു സമയമാണല്ലോ അല്ലേ. ഇപ്പോൾ മാങ്ങയും തേങ്ങാപ്പാലാണ് നമ്മുടെ ഇന്നത്തെ പുഡിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. തേങ്ങാപ്പാലിൻ്റെ നല്ലൊരു ഫ്ലേവറും മാങ്ങയുടെ ചെറിയൊരു പുളിയും മധുരവും പുഡിങ്ങിൻ്റെ ക്രീമി ടെക്സ്ചറൊക്കെ കൂടി ആകുമ്പോൾ കിഡിലൻ ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഈ പുഡിങ് ഉണ്ടാക്കാൻ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 3 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ക്യൂബ്സ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി മാങ്ങ പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അതിനായി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം കേട്ടോ പഞ്ചസാര ചേർക്കാൻ. ഈ മാങ്ങക്ക് മധുരം കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്തത്. മാങ്ങ നമുക്ക് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിക്കുകയും വേണം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചെടുക്കാം. പാൽ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം. പിന്നെ ഒരു പാക്കറ്റ് തിക്ക് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 125 ml പാക്കറ്റാണ്. തിക്ക് ക്രീം തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അഥവാ ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുഡിങ്ങിന് കുറച്ചൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ക്രീം ചേർക്കുന്നത്. ക്രീം ചേർത്താലും ഇല്ലെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ക്രീം നല്ല പോലെ പാലിൽ അലിഞ്ഞ് ചേർന്നാൽ നമുക്കിതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഈ ചൈന ഗ്രാസ് നന്നായി മെൽറ്റ് ആയാൽ നമ്മളിതിലേക്ക് 2.5 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലിന് കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 ലിറ്ററിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാകും. നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച മാങ്ങ വാട്ടിയിൽ നിന്നും പകുതി നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലിൻ്റെ മിക്സ് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ. ഇത് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തതായിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലിൻ്റെ മിക്സ് കുറച്ചായി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. ഇനി ഇത് നമുക്ക് പകുതി സെറ്റായി പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ട്രേയിലായിട്ട് പുഡിങ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതും നമുക്ക് പകുതി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ചൈന ഗ്രാസ് ആയതുകൊണ്ട് കുറേ സമയമൊന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ അടുത്ത ലെയർ മുകളിലിടാവുന്ന പാകത്തിന് സെറ്റായി കിട്ടും. ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മാറ്റി വെച്ച മാങ്ങ വാട്ടിയത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് പകുതി മാത്രമാണ് അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളതാണ് ഇട്ടത്. ഇപ്പോൾ 3ാമത്തെ ലെയറും റെഡിയായി. ഇനി ഇതൊരു മണിക്കൂർ കൂടെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. തേങ്ങാപ്പാൽ കൂടെ ചേർക്കുന്നത് കൊണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മാംഗോ പുഡിങ്ങിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.